പാപ്പാ, എന്താടാ? എടാ, പ്രേം നസീർ മരിച്ചതേ സ്റ്റാർഡം പോയിട്ടാണോ? ടിനി ടോം ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. എടാ, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അദ്ദേഹം സ്റ്റാർഡം പോയിട്ടൊരു നടനൊന്നും അല്ല. കാരണം 1952 കരിയർ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ മരുമകളാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ എന്നാണ്. തിക്കൃഷിയാണ് അദ്ദേഹത്തിന് ആ പേര് കൊടുത്തത്. തിക്കൃഷിയുടെ ഒരു നാടകത്തിന്റെ പേരാണ് ഈ പ്രേം നസീർ എന്നുള്ളത്. ആ പേര് തന്നെ അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. കാരണം 700ഓളം സിനിമകളിൽ നായകനായിട്ട് അഭിനയിക്കുകയും ഒരു നായികയുടെ പെയറായിട്ട് 130ഓളം സിനിമയിൽ അഭിനയിച്ചതിന്റെ റെക്കോർഡുള്ള ഏക നടൻ പ്രേം നസീർ മാത്രമാണ് മലയാളത്തിൽ. അതും കൂടാതെ രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിക്കുകയും ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളിയും അദ്ദേഹം തന്നെയാണ്. ടിനി ടോം പറഞ്ഞത് സ്റ്റാർഡം പോയെങ്കിൽ 1980 കാലഘട്ടങ്ങളിൽ 500 സിനിമകളിൽ അഭിനയിച്ച നായകൻ എന്നുള്ളൊരു ബഹുമതിയും പ്രേം നസീറിന് മാത്രമുള്ളതാണ്. കരിപുരണ്ട ജീവിതങ്ങൾ. അന്നും ഇന്നും എന്നും കേരളം കണ്ട ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ചിറയൻകീഴിന്റെ രാജകുമാരനായിട്ടുള്ള അബ്ദുൽ ഖാദർ എന്ന നമ്മുടെ പ്രേം നസീർ തന്നെയാണ്.